നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വേർഡാണ്. കാരണം ജീവിതത്തിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, വലിയ വലിയ തീരുമാനങ്ങളായിക്കോട്ടെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് 18 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ കരിയറിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചുമുള്ള ആശങ്കകൾ മാറ്റുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളോടൊപ്പം ഉള്ളത് രമ്യ ഗിരിജ. ഞാനൊരു കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ചാപ്റ്റർ 1 എന്ന് പറയുന്ന കരിയർ ഗൈഡൻസ് അക്കാഡമിയുടെ ഫൗണ്ടറാണ്. ഓൾസോ കോ ഫൗണ്ടർ ഓഫ് ലൂമിന ടാലന്റ് എൻറിച്ച്മെന്റ് സെന്റർ. കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും പാരൻസിന് ആശങ്കയാണ്. അത് ഏതു പ്രായമായാലും ഈ ആശങ്ക നിലനിൽക്കാറുണ്ട്. 8ാം ക്ലാസ് മുതൽ, അതായത് ഹൈസ്കൂളിലേക്ക് ഒരു കുട്ടി കടക്കുന്ന സമയത്ത് അവരെ എന്ത് ആക്കണം എന്നുള്ള ചിന്ത പാരൻസിന് തുടങ്ങുകയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും പല തരത്തിലുള്ള കോച്ചിങ്ങിന് കുട്ടികളെ വിടാറുണ്ട്. അത് മെഡിക്കൽ ഫീൽഡിലെ കോച്ചിങ് ആയിക്കോട്ടെ, എൻജിനീയറിങ്ങിൻ്റെ കോച്ചിങ് ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ UPSCയുടെ കോച്ചിങ് ആയിക്കോട്ടെ. ഈ 8ാം ക്ലാസ് മുതൽ പല പാരൻസും ഇത് പ്രിഫർ ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രിഫർ ചെയ്യുന്ന പാരൻസിനും അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന പാരൻസിനോടും എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ ചില സ്കില്ലുകളുണ്ട്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ആദ്യത്തെ ഒരു സ്കില്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. അത് ഏത് പ്രായത്തിലും ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് മറ്റൊരാളോട് കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് പറ്റണം, അത് ഏത് ലാംഗ്വേജിലായാലും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോകണം, അങ്ങനെയൊക്കെ കരുതാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാതൃഭാഷയിലായാലും കുട്ടിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സംസാരിക്കുക മാത്രമല്ല അതിൽ വരുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. തോട്ട്ഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിയണം. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലേ തന്നെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഇപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മാതൃഭാഷ കൂടാതെ ഇംഗ്ലീഷും ഹിന്ദിയും ഇന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം നമ്മൾ നമ്മുടെ നാട് വിട്ട് വേറെ എവിടെ പോയാലും നമ്മൾക്ക് ഉപകരിക്കുന്ന ലാംഗ്വേജസ് എയ്തർ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഇന്ന് നിങ്ങൾ ഓൺലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ഒരുപാട് ടൂളുകളുണ്ട്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അതിൽ ഒരുപാട് ലാംഗ്വേജുകൾ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പാണ് ഡ്യുവോലിംഗോ എന്ന് പറയുന്ന ആപ്പ്. ഒരു ഫ്രീ ആപ്പാണ്. ഇതിൽ കുട്ടികൾക്ക് പല ലാംഗ്വേജസും, ഫോറിൻ ലാംഗ്വേജസ് വരെയും പഠിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ മെമ്മറൈസ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ BBC ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പം കുട്ടികളിപ്പം ഡിജിറ്റൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഡിജിറ്റലി എഡ്യൂക്കേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യകതയുണ്ട് ഈ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ. പിന്നെ അവർക്ക് അത്യാവശ്യമായി വേണ്ട ഒരു സ്കില്ല് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ലിറ്ററസി തന്നെയാണ്. ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വാട്സപ്പ് നോക്കാൻ അറിയുന്നതോ, അല്ലെങ്കിൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നതോ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഉള്ളതോ ഒന്നുമല്ല ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഡിജിറ്റലി ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിലെന്തൊക്കെ ടൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പം ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ഒരു ഹൈസ്കൂൾ ലെവലിൽ തന്നെ പഠിച്ചു വരുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൂടാതെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഡിജിറ്റലി ബിഹേവ് ചെയ്യാനായിട്ട് ഈ സ്കൂൾ തലങ്ങളിൽ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്.
കാരണം കുട്ടികൾക്ക് പലപ്പോഴും അറിയില്ല നമ്മൾ ഒരു കമൻ്റ് ഇടുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആശയം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്, ഇതിനൊക്കെ കുറേ ഡിജിറ്റൽ എറ്റിക്കറ്റ്സ് ഉണ്ട്. അപ്പം ഇത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പം ഒരു ഡിജിറ്റൽ ലിറ്ററസി ഒരു ഹൈസ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പല പാരൻസും സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് എന്ന് പറഞ്ഞ 8th സ്റ്റാൻഡേർഡ് തൊട്ട് കുട്ടികളെ വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ബേസിക്കലി ആദ്യം കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് പത്രം എങ്ങനെ വായിക്കാം എന്നുള്ളതാണ്. അതാണ് ആദ്യം ഒരു UPSC ആസ്പിരൻ്റ് അല്ലെങ്കിൽ പോട്ടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് പത്രം എങ്ങനെ വായിക്കാം എന്നുള്ളതാണ്. കാരണം ഒരു സ്റ്റുഡൻറ്റ് വായിക്കുന്നത് പോലെ അല്ല ഒരു പാരൻ്റ് പത്രം വായിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല നമ്മളൊരു ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ വായിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓരോന്നിനും ഓരോ തലങ്ങളുണ്ട്, ഓരോരുത്തർ മനസ്സിലാക്കുന്ന തലങ്ങളുണ്ട്. അപ്പം സ്കൂൾ ലെവലിൽ കുട്ടികൾ ഏത് തരത്തിലാണ് ഈ ന്യൂസ് പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഒരു അവബോധം അവർക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും. അതിൽ കുട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാവും നമ്മൾ പത്രം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുമാത്രമല്ല ലോകകാര്യങ്ങൾ എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് കുട്ടി അറിയണമല്ലോ. ഈ പത്രം വായിക്കാൻ പറയുമ്പോൾ പലരും പറയും ഇൻഫർമേഷൻസ് ഇപ്പോൾ ഡിജിറ്റലി ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ പത്രം വായിക്കാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഈ സ്ക്രോൾ ചെയ്യുക എന്ന് പറയുമ്പം ഒരു ഇൻഫർമേഷനിൽ അവർ എന്താ പറയുന്നത് വളരെ മിനിമം ടൈം മാത്രമേ അവരുടെ അറ്റൻഷൻ വരുന്നുള്ളൂ. അതിലൊരു ഡെപ്ത് ഇല്ല. ജസ്റ്റ് ഒരു ന്യൂസ് വരുന്നു, ഒരു 30 സെക്കൻഡ്സ് അവർ കേൾക്കുന്നു, അത് വെച്ച് അവരൊരു കാര്യത്തിന് അനാലിസിസ് നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പത്രമാണെങ്കിൽ നോക്കൂ, അതിനെക്കുറിച്ച് ഡെപ്തായിട്ട് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും, അത് വായിക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഒരു അറ്റൻഷൻ സ്പാന് ഒരു വലിയ കാര്യമാണ്. പത്രം വായിക്കുമ്പോൾ അവർക്ക് അറ്റൻഷൻ സ്പാൻ കൂടും. കാരണം ആ ഒരു ടോപ്പിക്ക് വായിച്ച് കഴിയണം അവർക്ക്. പക്ഷേ ഡിജിറ്റലി എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് വന്നു, അടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, അടുത്ത ന്യൂസ് വന്നു. അപ്പോൾ കുട്ടികളുടെ ഒരു അറ്റൻഷൻ സ്പാന് ഈ ഡിജിറ്റലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പത്രം വായിക്കാനായിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യുക. നിങ്ങളുടെ കുട്ടി 8ലോ 9ലോ 10ലോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ലാംഗ്വേജ്, ലൈക്ക് ഇപ്പോൾ മലയാളം വായിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ, ഇംഗ്ലീഷ് വായിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ, അതിനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ ഇതൊരിക്കലും കമ്പൽ ചെയ്യാൻ പാടില്ല. കമ്പൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഒരിക്കലും ചെയ്യില്ല. അപ്പം അതിന് അവസരം ആദ്യം ഉണ്ടാക്കി കൊടുക്കുക, ഗ്രാജുവലി അതിലേക്ക് അവരെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു സ്കൂൾ തലത്തിലൊരു കുട്ടിക്ക് വേണ്ട ഒരു സ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്കില്ല് ലീഡർഷിപ്പ് സ്കില്ലാണ്. അപ്പോൾ പറയും എൻ്റെ കുട്ടി ഇൻട്രോവേർട്ടാണ്, അപ്പം ഒന്നിനും ഇറങ്ങിത്തിരിക്കില്ല എന്നൊക്കെ പല പാരൻസും പറയാറുണ്ട്. പക്ഷേ ഇത് ചെറിയ ടാസ്കുകൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ മുന്നിൽ നിന്ന് എല്ലാവരെയും നയിക്കുക എന്നുള്ളത് മാത്രമല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അത് വീട്ടിലെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് ആയിക്കോട്ടെ, അത് എടുക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ചില പാരൻസ് പറയാറുണ്ട് അങ്ങനെ പോകണ്ട, കാരണം പഠിക്കാനുള്ള സമയം പോകുമെന്ന്. ശരിക്കും അങ്ങനെയല്ല. നമ്മളുടെ അക്കാഡമിക്സ് മാത്രമല്ല ഒരു കുട്ടിയുടെ ജീവിതത്തിനെ എന്താ പറയുന്നത് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം. അവർക്ക് ഒരുപാട് ലൈഫ് സ്കിൽസ് ആവശ്യമാണ്. അപ്പം ഈ ഹൈസ്കൂൾ തലത്തിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള സ്കിൽസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്നതിലും അത്യാവശ്യമായിട്ടുള്ള കാര്യം.